ഇരകളോടൊപ്പമാണെന്ന് അവകാശപ്പെടുകയും വേട്ടക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിൻ്റെതെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരും മത്സരിച്ചവരുമായ മഹിളകൾക്ക് മഹിളാ കോൺഗ്രസ് നൽകിയ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജെബി മേത്തർ. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ കടലാസിൽ മാത്രമാണുള്ളതെന്ന് ജനം തിരിച്ചറിഞ്ഞതിന് തെളിവാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം. പരസ്യങ്ങൾക്ക് മേൽ കെട്ടിപ്പൊക്കിയ വികസനമല്ലാതെ 9.5 വർഷക്കാലം കേരളം ഒരു വികസനവും കണ്ടിട്ടില്ല. ആശുപത്രിയിൽ ചെല്ലുന്ന രോഗി ആരോഗ്യത്തോടെ തിരിച്ചുവരുമെന്നുറപ്പില്ലാത്ത കേരളമാക്കിയതാണ് ഇടതു സർക്കാരിന്റെ നേട്ടം. സ്ത്രീപക്ഷത്തെക്കുറിച്ച് പറയുകയും വനിതാക്ഷേമ പദ്ധതികൾ നിർത്തിവെക്കുകയും ചെയ്തു. രാഷ്ട്രീയ വിരോധം തീർക്കാൻ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നതിന് സമാനമായ രീതിയിലാണ് സർക്കാർ പോലീസിനെ ഉപയോഗിക്കുന്നത്. വനിതാ സമൂഹത്തിനായി മഹിളാ കോൺഗ്രസ് നയിച്ച പോരാട്ടങ്ങളെ ജനം ഏറ്റെടുത്തതിന് തെളിവാണ് തിരഞ്ഞെടുപ്പ് ഫലം. വികസനം പറയാനില്ലാത്തതുകൊണ്ട് വർഗീയതയ്ക്കും വിവാദത്തിനും പിന്നാലെയാണ് സർക്കാരും CPM-ഉം. ശബരിമലയിലേതുൾപ്പെടെയുള്ള കൊള്ളകൾക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട്. വിശ്വാസവിരുദ്ധമായി സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയവർ തന്നെ ആചാര സംരക്ഷണവുമായി രംഗത്തു വരുന്നതിനു പിന്നിൽ വോട്ട് രാഷ്ട്രീയമാണ്. ഇടതു ഭരണത്തെ താഴെയിറക്കലാണ് മഹിളാ കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും ജെബി മേത്തർ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. 2024 നമ്മൾ ജയിച്ചു. ശ്രീകണ്ഠൻ ചേട്ടന്റെ ഭൂരിപക്ഷം നമുക്കൊക്കെ ഓർമ്മയുണ്ട്. 2019 നമ്മൾ ജയിച്ചു. ഇപ്പോൾ 25 കേരളത്തിൽ വിസ്മയകരമായി തന്നെ നമ്മൾ വലിയ മുന്നേറ്റം UDF-നും കോൺഗ്രസിനും ഉണ്ടാകാൻ സാധിച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെ ആത്മവിശ്വാസം കൊണ്ട് അതിൽ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സാഹസയാത്രയിൽ പറഞ്ഞ പോലെ കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും സ്ത്രീകളും അതിന് മുന്നിൽ തന്നെ ഉണ്ടാകും. വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ നമ്മൾ ജനങ്ങളോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. കേരളമാണ് വിലക്കയറ്റത്തിൽ ഒന്നാമതായിരിക്കുന്നത് എന്നതാണ് ഈ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് കേരളം നേടിയെടുത്തിരിക്കുന്നു. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം. ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ സെക്രട്ടറി എസ്റ്റർ റാണി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദൻ, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, PV രാജേഷ്, പുഷ്പവല്ലി, ഇന്ദിരാദേവി എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.